ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ കുഴിപ്പള്ളത്തുനിന്ന് പോയിട്ടില്ല. ഇപ്പോഴും ഞാൻ ചെടികളും പൂക്കളും ഒക്കെ കണ്ടുകൊണ്ട് തന്നെ നിൽക്കുവാണ്. അത്രയ്ക്ക് വിപുലമായ ശേഖരം ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രിസാന്തമം. നമ്മുടെ പണ്ടൊക്കെ എൻ്റെ കുഞ്ഞിൻ്റെയൊക്കെ ഇതിന് ജമന്തിന്നും ബന്ദിന്നും ഒക്കെ പറയുമായിരുന്നു. പക്ഷേ ഇപ്പം അതിലൊരുപാട് വെറൈറ്റീസൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ പൂക്കളാണ് ഈ കാണുന്നത്. അപ്പം നല്ലൊരു കളക്ഷനാണ്, എന്തായാലും നല്ലൊരു കളക്ഷനാണ്. പക്ഷേ പൂക്കളുള്ള സ്ഥലത്തൂടെയാണ് ഇപ്പം ഞാൻ പോകുന്നത്. പക്ഷേ ഈ ചെടികൾക്കൊക്കെ ഇപ്പം നല്ല റേറ്റ് അവർ വാങ്ങിക്കുന്നുണ്ട്. എന്തായാലും അതിവിശാലമായ അതിവിപുലമായ ശേഖരങ്ങളാണ് ഇവിടെ ഉള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കണ്ടു നടക്കാൻ തന്നെ ഒത്തിരിയുണ്ട്. കുറഞ്ഞതൊരു 4-5 മണിക്കൂറെങ്കിലും കണ്ടു നടക്കാനുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ് വാങ്ങിക്കാനുള്ളവർക്ക് വാങ്ങിക്കുകയും ചെയ്യാം. പിന്നെ ഇപ്പോൾ ഇവിടെ പലതരത്തിലുള്ള പൂക്കളുള്ള ചെടികൾ കാണുന്നുണ്ട്. പക്ഷേ ആന്തൂറിയത്തിൻ്റെ നല്ലൊരു കളക്ഷനാണ് ഉള്ളത്. ഇതിനൊക്കെ 225 രൂപയാണ് വില. ഈ കാണുന്ന ചെടി ഫിറ്റോണിയ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ എനിക്കതിൽ സംശയമുണ്ട്. ഇതിന് ഫിറ്റോണിയ എന്നാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഫിറ്റോണിയ എന്ന് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്ന വേറൊരു ചെടിയാണ്. പിന്നെ ജെറേനിയം, അതുപോലെ തന്നെ അഡീനിയം, അതുപോലെ ടൊറേനിയം പ്ലാന്റുകളൊക്കെ നിൽക്കുന്നുണ്ട്. പൂക്കളുള്ള പ്ലാന്റുകൾ ടൊറേനിയായിട്ട് നിൽക്കുന്നുണ്ട്. കുറേയേറെ പ്ലാന്റുകളുണ്ട്. എല്ലായിടത്തും ആന്തൂറിയത്തിൻ്റെ ഒരുപാട് കളക്ഷൻസാണ് ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ആഫ്രിക്കൻ വയലറ്റിൻ്റെ പ്ലാന്റ്സുകളും ഒക്കെ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ വിൻകയുടെ പല ടൈപ്പിലുള്ള പല കളറിലുള്ള പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ക്രിസാന്തമം ഉണ്ട്. ഇങ്ങനെയുള്ള കുഞ്ഞു പൂക്കൾ വിരിയുന്ന ചെടികളാണ് ഈ ഏരിയയിൽ മുഴുവനും വെച്ചിട്ടുള്ള. കുറ്റിച്ചെടി പോലെ, ടൊറേനിയം, ജമന്തി പോലുള്ള അങ്ങനെയൊക്കെയുള്ള ചെടികളാണ് ഈ ഏരിയയിൽ വെച്ചിട്ടുള്ളത്. അപ്പം ഇനി അടുത്ത പവിലിയനിലേക്ക് പോകാം. അടുത്ത പവിലിയനല്ല, അതൊരു ഓപ്പൺ ഗാർഡൻ തന്നെയാണ്. ഇതൊക്കെയാണ് പവിലിയനകത്ത് ഇങ്ങനെ മഴമറ പോലെ ഉണ്ടാക്കിയിട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഓപ്പൺ ഗാർഡനായിട്ട് കുറേ വെച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് റോസും അതുപോലെ പഴച്ചെടികളും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാം. തുളിപ്പിൻ്റെ പ്ലാന്റ് ഫ്ലവറോട് കൂടിയുള്ളത് ബോർഡറായിട്ട് എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട്. പല കളറിലുള്ള തുളിപ്പുകളാണ്. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ. നല്ല വിലയും ഉണ്ട്. 250 രൂപയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ ഒരു ചട്ടിയോട് കൂടിയുള്ള ഒരു പ്ലാന്റിൻ്റെ വില. പക്ഷേ നല്ല മനോഹരമായ ചെടിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പിന്നെ കണ്ട് നടക്കുമ്പോൾ ഇതുപോലെ കുറേ ഭാഗത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് കാണുന്നത്. കുറേ ഭാഗങ്ങളിൽ ഇത്തരം പൂക്കൾ, വളരെ മനോഹരമായ പൂക്കളാണെല്ലാം. നമ്മൾ ഇവിടെ കാണാൻ വരുമ്പം പുതിയ വീടുകളിലൊക്കെ വെച്ചിട്ടുള്ളവർക്ക് ഈ പ്ലാന്റ്സ് കൊണ്ട് അലങ്കരിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. എല്ലാ ടൈപ്പ് പ്ലാന്റുകളും നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വേറൊരു സൈഡിലേക്കാണ്. അവിടെ പൂക്കളും അതുപോലെ തന്നെ നിറയെ ഫലവൃക്ഷ തൈകളും എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സ് ഉൾപ്പെടെ ഒരുപാട് ഫലവൃക്ഷ തൈകളുള്ള ഭാഗത്തേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ പൂക്കളുള്ള സ്ഥലത്തും ചെമ്പരത്തി, അതുപോലെ ഇൻഡോർ പ്ലാന്റ്സായ കുറേ ഇൻഡോർ പ്ലാന്റ്സുകൾ, ചെമ്പരത്തിയുടെ വിവിധ വെറൈറ്റി, പിന്നെ ഹെലിക്കോണിയ പ്ലാന്റ്സ്, അതുപോലെ തന്നെ ഒരുപാട് റോസുകൾ ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പൈഡർ പ്ലാന്റ് എൻ്റെ കുറേ ശേഖരം കാണുന്നുണ്ട്. പിന്നെ എനിക്ക് പേരറിയാത്ത ഒരുപാട് ചെടികൾ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ചെമ്പരത്തികളാണ്. ചെമ്പരത്തിയുടെ പല നിറത്തിലുള്ളതാണ്. അതിൽ ഫ്ലവേഴ്സ് ഇപ്പം കാണുന്നില്ല. സ്പൈഡർ പ്ലാന്റുകളാണ്.
ഞാൻ എളുപ്പം സ്പീഡിന് ക്യാമറ ഓടിച്ചു കൊണ്ടുപോവുകയാണ്, അപ്പോൾ ഇതെല്ലാം വിവരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഈ കാണുന്നതെല്ലാം ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആണ്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാൻ പറ്റുന്ന ഓർണമെൻ്റൽ പ്ലാന്റ്സിൻ്റെ ശേഖരങ്ങളാണ് കാണിക്കുന്നത്. കുറേ ഇതിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. ഇതിൻ്റെ ഇടയിൽ പിച്ചിയും കാണുന്നുണ്ട്. അതുപോലെ ലില്ലിച്ചെടികൾ കാണുന്നുണ്ട്, നിറയെ ലില്ലിച്ചെടിയുണ്ട്. പിന്നെ എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ നമ്മുടെ നാടൻ പ്ലാവുണ്ട്. പ്ലാവിൽ തന്നെ നാടനല്ല, വിയറ്റ്നാം ഏളിയുടെ റെഡും യെല്ലോയും ഒക്കെ ഉള്ള ചക്ക പിടിക്കുന്ന വിയറ്റ്നാം ഏളി പ്ലാവുണ്ട്. പിന്നെ അതിനകത്ത് J33 എന്ന് പറഞ്ഞ വലിയ ചക്ക ഉണ്ടാകുന്ന പ്ലാവുണ്ട്. ഗംലസ് ഉണ്ട്. അതുപോലെ മുട്ടൻ വരിക്ക, തേൻ വരിക്ക എന്നിവയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കവറിൽ. അതൊക്കെ ഒരു നോർമൽ വിലകളാണ്, അതൊക്കെ കുഴപ്പമില്ല. പിന്നെ ജബോട്ടിക്ക കാണുന്നുണ്ട്, നെല്ലി കാണുന്നുണ്ട്. ജബോട്ടിക്ക തന്നെ ബ്രസീലിയൻ മരമുന്തിരി എന്ന് പറയുന്നൊരു ഐറ്റമാണ്. അതിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്, 7 വെറൈറ്റി ഉണ്ട് അതിൽ. പ്രിക്കോസി, സബാറ, എസ്കാർലറ്റ് ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ സപ്പോട്ട ഇനത്തിൽ നോക്കുമ്പോൾ ബ്ലാക്ക് സപ്പോട്ടയുണ്ട്, ബോൾ സപ്പോട്ടയുണ്ട്, ലോങ് സപ്പോട്ടയുണ്ട്. ഈ കാണുന്ന ബ്ലാക്ക് സപ്പോട്ടയാണ്. പിന്നെ മാമി സപ്പോട്ടയുണ്ട്. ഇതൊക്കെ ഭയങ്കര വിലയാണ്. ഈ ബ്ലാക്ക് സപ്പോട്ടയും മാമി സപ്പോട്ടയൊക്കെ 600 രൂപയാണ് ഇവർ വില വെച്ചിരിക്കുന്നത്. പിന്നെ ജബോട്ടിക്കാബയുടെ 3 ഐറ്റം ഇവിടെ ഇരിപ്പുണ്ട്. ഈ കാണുന്ന ജബോട്ടിക്കാബാണ്. പ്രിക്കോസി, സബാറ, എസ്കാർലറ്റ്. എസ്കാർലറ്റൊക്കെ നല്ല വെറൈറ്റിയാണ്. സബാറ കുറേ വർഷം എടുക്കും കായ്ക്കാൻ. എസ്കാർലറ്റ് ഗ്രാഫ്റ്റ് ചെയ്താണെങ്കിൽ 3 വർഷം കൊണ്ട് തന്നെ കായ്ക്കും. അതുപോലെ റംബുട്ടാൻ്റെ മഞ്ഞയുണ്ട്, യെല്ലോയും റെഡും ഉണ്ട് റംബുട്ടാൻ്റെ. പിന്നെ ഒത്തിരി വെറൈറ്റി പേരയുണ്ട്. തായ്സവനുണ്ട്, വിയന്നാറുണ്ട്, പിന്നെ നാടൻ പേരയുണ്ട്, കിലോ പേരയുണ്ട്. അതുപോലെ തന്നെ പേരകളിൽ ഒത്തിരി ഉണ്ട്. മറ്റേ മലേഷ്യൻ റെഡ് എന്ന് പറയുന്ന പേരയുണ്ട്. ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് മേടിച്ചു, എൻ്റെ അത് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നേരത്തെ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത്. പിന്നെ മാവുകളുടെ ഐറ്റം ആണെങ്കിൽ അതും ഒരുപാട് മാവുകളുടെ ഐറ്റം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാങ്കോസ്റ്റിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. മാവുകളെന്ന് പറഞ്ഞാൽ കോട്ടൂക്കോണം, കാലാപ്പാടി, കാട്ടിമോന്, പിന്നെ മൂവാണ്ടൻ, അതുപോലെ കല്ലുകെട്ടി മാങ്ങ, ബ്ലാക്ക് സ്റ്റോണ്, പിന്നെ അൽഫോൺസ, ഇതിൻ്റെയൊക്കെ തൈകളാണ്. ഇതൊക്കെ പൂട്ടതുമുണ്ട്. വലിയ തൈകൾക്ക്, അതായത് ചിലർ വീട് വെച്ച് കഴിയുമ്പം പെട്ടെന്ന് ഈൽഡിങ് കിട്ടാൻ വേണ്ടി വലിയ മാവുകളൊക്കെ വയ്ക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 8000 രൂപ 7000 രൂപ കൊടുത്താൽ വലിയ കാച്ചു നിൽക്കുന്ന വലിയ മാവുകളുണ്ടാവും. കായ്ച്ചു തുടങ്ങിയ വലിയ മാവുകൾ കിട്ടും. അതുപോലെ തന്നെ ചാമ്പയുടെ ഒരുപാട് കളക്ഷനുണ്ട്. പല കളർ, ഉമ്മർ ചാമ്പ, ബാലി ചാമ്പ, ദലാരി ചാമ്പ, അങ്ങനെ കുറേ. പിന്നെ ഗ്രീൻ ചാമ്പ, റോസ് ആപ്പിള്, വാക്സ് ആപ്പിള്. ഈ ചാമ്പയിൽ തന്നെ ഇത്രയും വെറൈറ്റി കാണുന്നതൊക്കെ ചാമ്പയാണ്, മാവുകളാണ്. കാലാപ്പടി മാവാണ് നിൽക്കുന്നത്. നേർത്ത ഇലകളുള്ള ചില മാവുകൾ കാണുമ്പോൾ അറിയാം കാലാപ്പടി മാവാണത്. ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യം കായ്ക്കുന്ന മാവാണ് കാലാപ്പാടി മാവ്. ഇവിടെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന മാവുകളാണ്. ഇതൊക്കെ വലിയ മാവുകളാണ്, വലിയ ഏരിയയിലേക്ക് വരുന്നതാണ്. അപ്പോൾ ചെറിയ 300 രൂപ മുതൽ 150-300 രൂപ മുതൽ ചെറിയ മാവുകളും, പിന്നെ വലിയ ഏരിയയിലേക്ക് പോകുമ്പോൾ 500, 600, 2000, 5000, 7000, 8000. പിന്നെ ഇവിടെ കെപ്പലിൻ്റെ മണമുള്ള കെപ്പലിനൊരു കഥയുണ്ട്. മണമുള്ള ഒരു ചെടിയാണ് അത്. ആ കെപ്പലിൻ്റെ ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ വിയർപ്പിന് നല്ല മണമായിരിക്കും എന്ന് പറയും. അപ്പോൾ കെപ്പലിൻ്റെ തൈയുണ്ട്, അതിന് 4000 രൂപയാണ്. അതുപോലെ മുരിങ്ങയുടെ നല്ല നീളൻ മുരിങ്ങയുടെ തൈ, പിന്നെ മൾബറി, ഇസ്രേലിയൻ അത്തി, തുർക്കി അത്തി, ഇന്ത്യൻ അത്തി, അതിൻ്റെ ഒരു വെറൈറ്റി ഇവിടെ ഉണ്ട്. കൂടാതെ ചെറുനാരങ്ങകളുടെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അപ്പം ഞാൻ വിശദമായിട്ട് ഓരോ ചെടികളെയും കൊണ്ട് കാണിക്കുന്നില്ല. കാണിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരു 4-5 വീഡിയോ ചെയ്യേണ്ടി വരും എനിക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നത്. അതുപോലെ ഓറഞ്ചിൻ്റെ പലയിനം ഓറഞ്ചുണ്ട്. ബുഷ് ഓറഞ്ചുണ്ട്,
നല്ല നാഗ്പൂർ ഓറഞ്ച് ഉണ്ട്, അതുപോലെ മാൾട്ട ഓറഞ്ച് ഉണ്ട്. അതിൻ്റെയൊക്കെ തൈകൾ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഞാവൽപ്പഴം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്നുണ്ട്. അതുപോലെ മധുരപ്പുളി അല്ലാത്ത പുളിയൊക്കെ കാണുന്നുണ്ട്. ടാമറൻറ്റ്, സ്വീറ്റ് ടാമറൻറ്റ് അങ്ങനെയൊക്കെ ഉള്ളത് കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ മുന്തിരിയുടെ വള്ളി ചെറിയ തൈകൾ ഇതെല്ലാം. അപ്പോൾ ഒരുവിധം എനിക്ക് തോന്നുന്നു മാക്സിമം എല്ലാ വൃക്ഷങ്ങളും എക്സോട്ടിക് ആയാലും നാടനായാലും വിദേശിയായാലും എല്ലാ വൃക്ഷങ്ങളും കവർ ചെയ്തിട്ടുള്ള ഒരു ഗാർഡനാണ്. പിന്നെ കൂടാതെ ഈ കാണുന്നത് വാഴത്തൈകളാണ്, ചെറിയ വാഴത്തൈകളാണ്. അതും ടിഷ്യൂ കൾച്ചർ ചെയ്ത വാഴത്തൈകളാണ്. കൂടാതെ മഞ്ചേരി കുള്ളൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെടിച്ചട്ടി വളർത്താൻ പറ്റുന്ന വാഴത്തൈകളാണ് ഈ ഇരിക്കുന്നത്. ഈ ഒരു തൈക്ക് 100 രൂപയാണ്. സാധാരണ ടിഷ്യൂ കൾച്ചർ ചെയ്ത വാഴത്തൈക്ക് 30 രൂപയേ ഉള്ളൂ. ഇത് മഞ്ചേരി കുള്ളൻ എന്ന് പറയുന്ന ഏത്തവാഴയാണ്. ചട്ടിയിൽ പൊക്കം കുറഞ്ഞ ചട്ടിയിൽ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്ന വാഴയാണ്. പിന്നെ അതുപോലെ തന്നെ റോബസ്റ്റയുടെയും മോറീസിൻ്റെയും ഒക്കെ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ കാണുന്നുണ്ട്. അതിനെല്ലാം 30 രൂപയാണ്. ഇതിൽ പക്ഷേ ഞാൻ 3 വാങ്ങി, എൻ്റേത് 2 കൊലച്ചു. നാടൻ റോബസ്റ്റ വാഴയേക്കാളും വലിയൊരു കൊലയാണ് എനിക്ക് വീണത്. അപ്പോൾ അതിങ്ങനെ ഞാൻ വെട്ടിയിട്ടില്ല, പാകമായി വരുന്നുണ്ട്. ഇപ്പം ഒരാഴ്ചയ്ക്കും പാകമാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പേരയ്ക്കകളുടെ പ്ലാന്റ്സിൻ്റെ ഒരു ഏരിയയിലാണ് ഇപ്പം പേരകളൊക്കെ കായ്ച്ചതൊക്കെ പൂ വന്നതൊക്കെ കാണുന്നുണ്ട് ഇടയ്ക്ക്. ഇനി എനിക്ക് കുറേയൊന്നും എടുക്കാൻ പറ്റുന്നില്ല, അത്രത്തോളം വീഡിയോ ലെങ്ത് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുക്കാതെ ഒന്ന് ഓടിച്ച് കാണിക്കുന്നത്. വീഡിയോ ലെങ്ത് വന്നാൽ എല്ലാവരും മടുക്കും കാണാൻ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ സ്വീറ്റ് അമ്പഴത്തിൻ്റെ തൈകളുണ്ട്, നെല്ലിയുണ്ട്. ഒട്ടുമിക്ക എല്ലാ വെറൈറ്റികളും ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോകാം. പക്ഷേ ഇവിടെ കൂടുതലും വരുന്നത് ചെറിയ ചെറിയ നഴ്സറിക്കാരും അതുപോലെ തന്നെ സ്കൂൾ, കോളേജ്, അങ്ങനെയൊക്കെ ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ അലങ്കരിക്കാൻ അങ്ങനെയുള്ള ആൾക്കാരാണ് വന്നിട്ടാണ് ഇതെല്ലാം മേടിക്കുന്നത്. ഇനി ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഒരു സ്ഥലത്തിരിക്കുന്ന കുറച്ച് പൂക്കളുടെ ഏരിയയിലാണ്. അവിടെ ചെറിയ പൂക്കളകളാണ് ഇരിക്കുന്നത്. 30 രൂപ, 20 രൂപ, 50 രൂപയിലുള്ള പെട്ടെന്ന് നമുക്ക് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണമെങ്കിൽ കൊണ്ടുവയ്ക്കാൻ പറ്റിയ പൂക്കളാണ് അങ്ങനെ കൂട്ടത്തോടെ ഇരിക്കുന്നത്. അതിൽ ബിഗോണിയ ഉണ്ട്, ടൊറേനിയ ഉണ്ട്. ഈ കാണുന്ന പൂക്കൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വായിൽ ഓരോ ചെടിയുടെ പേരും അറച്ചു പോകുന്നു വരാൻ. അപ്പം ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയാണുള്ളത്. പിന്നെ ഹൈഡ്രാഞ്ചിയുടെ പല കളറുണ്ട്, അതും ഞാൻ ഇതിൻ്റെ ഇടയിൽ കാണുന്നുണ്ട്. അപ്പം ഞാനീ പറയുമ്പോഴല്ല, വീബയ്ക്ക് വരാൻ താല്പര്യമുള്ളവർ നേരിൽ വന്ന് കണ്ട് ബോധ്യപ്പെടുന്നതാവും നല്ലത്. ഒരുപാട് ചെടികളും എടുക്കാം, പക്ഷേ ഇതൊരു ഇൻഫർമേഷനും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഹൈഡ്രാഞ്ചിയുടെ തൈകളാണ് ഈ കാണുന്നത്. അത് നീലയുണ്ട്, വെള്ളയുണ്ട്. പൂവിട്ട് നിൽക്കുന്നുണ്ട്. ഹൈഡ്രാഞ്ചിയ ഇവിടെ പൂവിടാൻ ഭയങ്കര പാടാണ്, എന്നാലും ഇവിടെ പൂവിട്ട് നിൽക്കുന്ന തൈകളാണ് കാണുന്നത്. ഈ നഴ്സറി ഉടമകൾ ഇവിടെ 2 പേരാണ് എഴുതി വച്ചിരിക്കുന്നത്. ഒന്ന് മലയാളി ബോൺസായി ഗാർഡൻ എന്നും പിന്നെ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നുമാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം മലയാളി ബോൺസായി ഗാർഡനിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. കുറേ ബോൺസായികളുടെ ചെടികളാണ് ഈ ഏരിയയിൽ കാണുന്നത്. അത് മാവ് ബോൺസായി ആയിട്ട് വെച്ചിട്ടുണ്ട്, പ്ലാവ് ബോൺസായി ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഓർണമെൻ്റൽ പ്ലാന്റുകൾ ബോൺസായി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഫിക്കസ് അങ്ങനെയൊക്കെ ഒരുപാട് ചെടികൾ ഇട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ടാണ് അവർ പിന്നിയൊക്കെയാണ് അത് വളർത്തി വെച്ചിരിക്കുന്നത്.
കുറേയേറെ കളക്ഷൻ, ബോൺസായിയുടെ കുറേയേറെ കളക്ഷൻ ഉണ്ട്. അപ്പം ബോൺസായി ലവേഴ്സിന് ഇവിടെ വന്നാൽ ബോൺസായി ആയിട്ടുള്ള ചെടികൾ എടുക്കാം, അതുപോലെ വളർത്താം, പരിപാലിക്കാം, അങ്ങനെയുള്ള ഒരു ഏരിയയിലാണിത്. അവിടെ തന്നെ കുറേ വേറെ ഒരുപാട് അലങ്കാര ചെടികൾ വേറെയുമുണ്ട്, ബോൺസായി അല്ലാത്ത വേറെ ഒരുപാട് ചെടികളുണ്ട്. ഈ ഏരിയയിലാണ് ഇവരുടെ ഈ ഗാർഡനിൽ വരുന്നവർക്ക് ആവശ്യമായ പോട്ടുകളെല്ലാം കിട്ടുന്നൊരു ഏരിയയാണ് ഈ ഏരിയ. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് ആവശ്യത്തിന് പോട്ടുകളെല്ലാം മേടിച്ചുകൊണ്ട് പോകാം. പൂക്കളധികം ഇല്ലാത്ത കുറേ ഓർണമെൻ്റൽ പ്ലാന്റുകളാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ പ്ലാന്റ്സുകളാണ്, അതിൻ്റെ സാപ്ലിങ്സൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ കോളിയസിൻ്റെ കുറേ വെറൈറ്റി ഇവിടെ ഉണ്ട്. ഞാൻ മുഴുവനും എടുക്കുന്നില്ല, ഇനി അങ്ങോട്ട് വീണ്ടും കുറേ സ്ഥലം കിടപ്പുണ്ട്. ഇവിടെ വെച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഒരുപാടുണ്ട്, അങ്ങനെ നീണ്ട് വലിയ വലിയ വൃക്ഷങ്ങളായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മദർ പ്ലാന്റുകൾ ഒരുപാട് ഇതിനകത്ത് നിൽപ്പുണ്ട്. അപ്പം അവർ മിക്സ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. ഫ്ലവർ പ്ലാന്റുകൾ എല്ലാം ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ക്രീപ്പേഴ്സ് ഉണ്ട്, പലതരം ഫ്ലവേഴ്സ് പിടിക്കുന്ന ക്രീപ്പേഴ്സ്, ക്ലൈംബേഴ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു നഴ്സറി തന്നെയാണ്, അതിൽ സംശയമില്ല. എല്ലാത്തരം പോട്ടുകളും ഇവിടെ കിട്ടുന്നതോടൊപ്പം തന്നെ ഇവിടെ ഒരു സിറാമിക്സിൻ്റെ ഒരു ആർട്ട് ഗാലറി പോലെ ഒരു സംഭവമുണ്ട്. ആ വീടിന് ഇൻറ്റീരിയർ മോഡിഫൈ ചെയ്യാനും ചുവർ ചിത്രങ്ങൾ വയ്ക്കാനും അതുപോലെ തന്നെ സിറാമിക്സിൻ്റെ ഒരുപാട് നല്ല പോട്ടുകളുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.